ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഒരു ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കറിയാം, മിസൈൽ രണ്ട് തരങ്ങളാണുള്ളത്. ഒന്ന് ബാലിസ്റ്റിക് മിസൈലും രണ്ട് ക്രൂയിസ് മിസൈലും. ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ ബ്രഹ്മോസ് മിസൈലിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എന്താണ് ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലും തമ്മിലുള്ള വ്യത്യാസം? ഒന്നാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ബാലിസ്റ്റിക് മിസൈലിൻ്റെ സഞ്ചാരപാതയെ നമുക്ക് 3 ഫേസായിട്ട് തരംതിരിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേത്, ബാലിസ്റ്റിക് മിസൈലിന് റോക്കറ്റ് എഞ്ചിൻ്റെ സഹായത്തോടു കൂടെ പ്രൊപ്പൽഷൻ കൊടുക്കുന്ന ഫേസിനെ ബൂസ്റ്റ് ഫേസ് എന്നും, രണ്ടാമത്തേത് ബാലിസ്റ്റിക് മിസൈൽ അന്തരീക്ഷത്തിലൂടെ ഫ്രീ ഫ്ലോട്ടായിട്ട് സഞ്ചരിക്കുന്ന ഫേസിനെ കോസ്റ്റിംഗ് ഫേസ് എന്നും, മൂന്നാമത്തേത് ടാർഗറ്റിനെ ലക്ഷ്യമാക്കി ഹൈപ്പർസോണിക് സ്പീഡിൽ ബാലിസ്റ്റിക് മിസൈൽ ഫ്രീ ഫോൾ ചെയ്യുന്ന അവസ്ഥയെ നമുക്ക് ടെർമിനേറ്റിംഗ് ഫേസ് അല്ലെങ്കിൽ റീ എൻട്രി ഫേസ് എന്നും പറയാൻ സാധിക്കും. ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ 3 ഫേസിലും ഒറ്റ ഫേസിൽ മാത്രമേ പ്രൊപ്പൽഷൻ കൊടുക്കുന്നുള്ളൂ. ആ പ്രൊപ്പൽഷൻ കൊടുക്കുന്നതാകട്ടെ റോക്കറ്റ് എഞ്ചിൻ്റെ സഹായത്തോടു കൂടിയാണ് ബാലിസ്റ്റിക് മിസൈലിന് പ്രൊപ്പൽഷൻ കൊടുക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. എന്നാൽ ക്രൂയിസ് മിസൈലിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ക്രൂയിസ് മിസൈൽ അതിൻ്റെ യാത്ര തുടങ്ങി അതിൻ്റെ ടാർഗറ്റ് പോയിൻ്റ് എത്തുന്നതുവരേക്കും കണ്ടിന്യൂസ് ആയിട്ട് പ്രൊപ്പൽഷൻ കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. അതിന് പ്രൊപ്പൽഷൻ കൊടുക്കുന്നതാകട്ടെ എയർ ബ്രീത്ത് എഞ്ചിൻസായ ജെറ്റ് എഞ്ചിനോ സ്ക്രാം ജെറ്റ് എഞ്ചിനോ അല്ലെങ്കിൽ റാം ജെറ്റ് എഞ്ചിനോ യൂസ് ചെയ്തുകൊണ്ടാണ് ക്രൂയിസ് മിസൈലിന് പ്രൊപ്പൽഷൻ കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്കറിയാം ബാലിസ്റ്റിക് മിസൈൽ അതിൻ്റെ യാത്രയിൽ ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് പരാബോള ഷേപ്പിലുള്ള ഒരു പാത്താണ് അത് ഫോളോ ചെയ്യുന്നത്. എന്നാൽ ക്രൂയിസ് മിസൈൽ അങ്ങനെയല്ല. എർത്തിൻ്റെ സർഫസിന് പാരലായിട്ടായിരിക്കും ക്രൂയിസ് മിസൈൽ യാത്ര ചെയ്യുക. എന്ന് പറഞ്ഞാൽ കരഭാഗത്താണെങ്കിൽ 100 മീറ്റർ ഉയരത്തിലൂടെയും കടൽ ഭാഗത്താണെങ്കിൽ 10 മീറ്റർ ഉയരത്തിലൂടെയും പറക്കാനുള്ള ശേഷി ക്രൂയിസ് മിസൈലിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ പോകുമ്പോൾ ക്രൂയിസ് മിസൈലിന് അതിൻ്റെ ലിഫ്റ്റും എയറോഡൈനാമിക് സ്റ്റെബിലിറ്റിയും അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ലിഫ്റ്റും എയറോഡൈനാമിക് സ്റ്റെബിലിറ്റിയും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലേക്ക് വേണ്ടി അതിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലെയിനിനെ പോലത്തെ ചെറിയ ചിറകുകൾ ക്രൂയിസ് മിസൈലിന് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അറ്റഭാഗത്ത് ചെറിയ ഫിൻസും നമുക്ക് കാണാൻ സാധിക്കും. ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലും തമ്മിലുള്ള പ്രധാനപ്പെട്ട മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ബാലിസ്റ്റിക് മിസൈൽ വളരെ ഉയരത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ശത്രുവിൻ്റെ റഡാറിൽ പെട്ടെന്ന് പതിയാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വളരെ താഴ്ന്ന് ക്രൂയിസ് മിസൈൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അത് ശത്രുവിൻ്റെ റഡാറിൽ പതിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രാറ്റജിക്കായിട്ടുള്ള പ്രതിരോധത്തിനും അതുപോലെ തന്നെ ദീർഘദൂരവും അതിവേഗമുള്ള ആക്രമണത്തിനും വേണ്ടിയാണ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുമ്പോൾ, ക്രൂയിസ് മിസൈൽ ഉപയോഗിക്കുന്നത് ശത്രുവിൻ്റെ റഡാറുകളെ തന്ത്രപരമായി കബളിപ്പിച്ച് അവിടെ ആക്രമണം നടത്തുന്നതിലേക്ക് വേണ്ടിയാണ് ക്രൂയിസ് മിസൈൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ മനസ്സിലാവും, ബാലിസ്റ്റിക് മിസൈൽ അതിൻ്റെ ടാർഗറ്റിലെത്തുമ്പോൾ അവിടെ കൈവരിക്കുന്ന സ്പീഡെന്ന് പറയുന്നത് ഹൈപ്പർസോണിക് സ്പീഡാണ്. എന്നാൽ ക്രൂയിസ് മിസൈലാകട്ടെ അത്രയും വലിയൊരു സ്പീഡ് ക്രൂയിസ് മിസൈലിന് കൈവരിക്കാൻ സാധിക്കത്തില്ല. കാരണം ക്രൂയിസ് മിസൈൽ ഉപയോഗിക്കുന്നത് എയർ ബ്രീത്ത് എഞ്ചിൻസ് ആയതുകൊണ്ടാണ്. മിക്ക ക്രൂയിസ് മിസൈലിൻ്റെയും സ്പീഡെന്ന് പറയുന്നത് ശബ്ദത്തിനെയും കാട്ടിലും കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ മിക്ക ക്രൂയിസ് മിസൈലിൻ്റെയും സ്പീഡെന്ന് പറയുന്നത് സബ്സോണിക് സ്പീഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെയാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ മറ്റ് ക്രൂയിസ് മിസൈലിനെയും കാട്ടിലും വേറിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ബാലിസ്റ്റിക് മിസൈൽ ക്രൂയിസ് മിസൈലിനെ അപേക്ഷിച്ച് ബാലിസ്റ്റിക് മിസൈൽ വളരെ ഹെവിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈലിന് 1000 കിലോഗ്രാം വരെയുള്ള വാർഹെഡ് വഹിക്കാനുള്ള ശേഷിയുണ്ട്. എന്നാൽ ക്രൂയിസ് മിസൈലിനാകട്ടെ 200 മുതൽ 300 കിലോഗ്രാം വരെയുള്ള വാർഹെഡ് വഹിക്കാനുള്ള ശേഷിയേ ഉള്ളൂ. എങ്ങനെയാണ് ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ കയ്യിലെത്തിയത്? ആദ്യം ആ ചരിത്രമൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1995 ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDOയും അതേപോലെ തന്നെ റഷ്യയുടെ NPO മഷ്നോസ്ട്രേനിയ എന്ന ഓർഗനൈസേഷനുമായി സംയുക്തമായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയായിരുന്നു ബ്രഹ്മോസ് എയറോസ്പേസ്. ആ ബ്രഹ്മോസ് എയറോസ്പേസിലാണ് ബ്രഹ്മോസിൻ്റെ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നത്. എങ്ങനെയാണ് ബ്രഹ്മോസ് എന്നുള്ള പേര് ലഭിച്ചത്? ഇന്ത്യയുടെ നദിയായ ബ്രഹ്മോസും റഷ്യയുടെ നദിയായ മസ്കോയുടെയും ആ 2 പേരുടെയും സംയുക്തമാണ് ബ്രഹ്മോസ് എന്നുള്ള പേര്.
അങ്ങനെ അവർ പ്രോജക്റ്റുകൾ ആരംഭിക്കുകയാണ്. ആ പ്രോജക്റ്റിന് അവരുടെ അടിസ്ഥാനമാക്കി എടുത്തത് റഷ്യയുടെ തന്നെ ഒരു ക്രൂയിസ് മിസൈലായ ഒണിക്സ് P800ൻ്റെ റാംജെറ്റ് എഞ്ചിൻ്റെ ടെക്നോളജിയെ ബേസ് ആക്കിക്കൊണ്ടാണ് അവർ പ്രോജക്റ്റുകൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ബ്രഹ്മോസിനെ അറിയപ്പെടുന്നത് ഒണിക്സ് ഫാമിലിയിലുള്ള ഒരു ക്രൂയിസ് മിസൈലായിട്ടാണ് അറിയപ്പെടുന്നത്. 2001 ഒഡീഷയിലെ ചാന്ദിപൂരിൽ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ ആദ്യത്തെ വിജയകരമായിട്ടുള്ള ഒരു പരീക്ഷണം അത് നടത്തി. അങ്ങനെ ആ പരീക്ഷണം നടത്തിയപ്പോൾ ബ്രഹ്മോസിന് ലഭിച്ച പേര് ഇതായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വിജയകരമായിട്ട് പരീക്ഷിച്ചത് ഇന്ത്യയാണ് എന്നുള്ള പേര് ബ്രഹ്മോസ് വഴി ഇന്ത്യ കൈക്കലാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ധാരാളം പരീക്ഷണങ്ങൾ നടത്തി. കരയിലും കടലിലും ആകാശത്ത് നിന്നും കൊണ്ട് ബ്രഹ്മോസിന് തൊടുക്കുന്ന പരീക്ഷണങ്ങൾ നടത്തി. എല്ലാത്തിലും വിജയങ്ങൾ കൈവരിച്ചു. 2004 അതിനിർണായകമായ ഒരു പരീക്ഷണം ബ്രഹ്മോസ് നടത്തിയായിരുന്നു. അതും വിജയകരമായിരുന്നു. ടാർഗറ്റ് പോയിൻ്റ് എത്തുന്നതിലേക്ക് മുമ്പ് ഒരു സൂപ്പർസോണിക് കർവ് എസ് കർവിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഒരു മിസൈലായിട്ട് ബ്രഹ്മോസ് മാറി. ഇത് ശത്രു രാജ്യങ്ങളുടെ റഡാറുകളെ കബളിപ്പിച്ച് തന്ത്രപരമായ പല സ്ഥലങ്ങളും ആക്രമിക്കാനുള്ള ശേഷി ബ്രഹ്മോസ് കൈവരിച്ചു. അതുപോലെ തന്നെ 2019 വെർട്ടിക്കൽ സ്റ്റീപ്പ് ഡൈവ് എന്ന പരീക്ഷണം വളരെ വിജയകരമായിട്ട് തന്നെ ബ്രഹ്മോസിന് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ബ്രഹ്മോസിനെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് തന്നെ വിശേഷിപ്പിക്കാം. കാരണം അതിൻ്റെ വേഗത. എല്ലാ ക്രൂയിസ് മിസൈലും സബ്സോണിക് സ്പീഡിൽ അല്ലെങ്കിൽ ശബ്ദത്തിനെയും കാട്ടിലും കുറവുള്ള സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ ബ്രഹ്മോസ് ഇവിടെ സഞ്ചരിക്കുന്നത് ശബ്ദത്തിനെയും കാട്ടിലും 3 മടങ്ങ് വേഗത്തിലാണ്. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രഹരശേഷിയും അതുപോലെ തന്നെ ആ ക്രൂയിസ് മിസൈലിലെ വാർഹെഡിലുള്ള എക്സ്പ്ലോസീവ് കൂടെ ആകുമ്പോൾ എത്ര സുരക്ഷിതമായ സ്ഥലങ്ങളും തുളച്ചു കയറി ആക്രമണം നടത്താൻ ബ്രഹ്മോസിന് സാധിക്കും എന്നുള്ളതാണ് മറ്റ് ക്രൂയിസ് മിസൈലിൽ നിന്നും ബ്രഹ്മോസിനെ വേറിട്ട് നിർത്തുന്നതും നമ്മൾ അതിനെ ഗെയിം ചേഞ്ചറായിട്ട് വിശേഷിപ്പിക്കുന്നതും. ബ്രഹ്മോസ് മിസൈലിൽ 2 സ്റ്റേജിലുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ 1ാമത്തെ സ്റ്റേജിൽ സോളിഡ് പ്രൊപ്പലൻ്റ് റോക്കറ്റ് ബൂസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. ആ സോളിഡ് പ്രൊപ്പലൻ്റ് റോക്കറ്റ് ബൂസ്റ്റർ ഉപയോഗിച്ച് അതിൻ്റെ വേഗത സൂപ്പർസോണിക് സ്പീഡിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. എപ്പോഴാണോ സോളിഡ് ബൂസ്റ്റർ ബ്രഹ്മോസ് മിസൈലിൽ നിന്നും ഡിസ്മാൻഡിൽ ചെയ്യുന്നത് ആ സമയത്തേക്കും 2ാമത്തെ സ്റ്റേജ് വർക്ക് ചെയ്ത് തുടങ്ങും. 2ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ലിക്വിഡ് ഫ്യൂവൽ റാംജെറ്റ് സസ്റ്റൈനറാണ്. ഇതൊരു എയർ ബ്രീത്ത് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യമായ എയർ അല്ലെങ്കിൽ ഓക്സിജൻ അത് അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുത്ത് ഇവിടുത്തെ ഇന്ധനത്തെ കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈലിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രഹ്മോസ് മിസൈൽ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഒരു ഓപ്പറേറ്ററിൻ്റെയും സഹായം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റത്തിനെ നമ്മൾ അറിയപ്പെടുന്നത് ഫയർ ആൻഡ് ഫോർഗെറ്റ് ഗൈഡൻസ് സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ നാവിഗേഷൻ സിസ്റ്റം ആകട്ടെ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം യൂസ് ചെയ്താണ് ഇത് ഫ്ലൈറ്റ് ചെയ്യുന്നത്. ഇത് ഫ്ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം വെച്ച് ഡേറ്റകൾ വെച്ച് കമ്പയർ ചെയ്യുകയും റഡാർ സീക്കർ ഉപയോഗിച്ച് അതിൻ്റെ ടാർഗറ്റ് പോയിൻ്റ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കറക്റ്റ് പ്രിസിഷനിൽ തന്നെ ആ ടാർഗറ്റിൽ പോയി ഹിറ്റ് ചെയ്യാനുള്ള ശേഷിയും ഈ ബ്രഹ്മോസിനുണ്ട്. ബ്രഹ്മോസ് 2005 നാവികസേനയുടെയും 2007 കരസേനയുടെയും 2020 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും ഭാഗമായി മാറി ഇന്ത്യയുടെ കരുത്തായിട്ട് ബ്രഹ്മോസ് മാറി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.